എന്തിനായി സുവിശേഷം? ചെല്ലു പറയുന്ന കുറെ ആൾക്കാരുടെ വയറ്റിപ്പഴപ്പിനാന്ന. അത് പല കാര്യവും പറയും. നമ്മളിപ്പോൾ പറയുന്നതിനെല്ലാം കയറി ഏക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാന്നേ പറയാൻ ഇഷ്ടം പോലെ സാവകാശം നമ്മുടെ കയ്യിലുണ്ട്. കയ്യെ തന്നെ ഇരിക്കുക, പറയാനും കാണാനും കാണിക്കാനുമല്ല. അപ്പം ഇതിനെല്ലാം കയറി ഏക്കാൻ പോയാലോ? ചുമ്മാ ഇരിക്കുന്ന തള്ളേൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുക. സ്തോത്രം. പാവയ്ക്ക കണ്ടിക്കുന്നു. ഇങ്ങനെയാണ് പാവയ്ക്ക കണ്ടിക്കുന്നത്. ഇത്ര ഇഞ്ച് നീളത്തിൽ ഇത്ര കനത്തിൽ വേണം കണ്ടിക്കാൻ. അതൊരു ചാനലാണ്. മീൻ മറക്കുന്നത് മിണ്ടുന്നില്ല, ചുമ്മാ ഇരുന്ന് കാണിക്കുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുറ്റമല്ലി പറഞ്ഞ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിനെല്ലാം നമ്മൾ കയറി ഏക്കാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവർക്കും ലൈവ് ഉണ്ട്, ചാനലും ഉണ്ട്. അപ്പം ആർക്കും എന്തും പറയാം ചെയ്യാന്നുള്ളൊരു അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തടയാനൊന്നും ഒക്കത്തില്ല, തടഞ്ഞിട്ട് കാര്യവും ഇല്ല. അതൊക്കെ ഒരു വഴി കൊണ്ട് നടക്കും. നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്ത് മുമ്പോട്ട് പോവുക. എല്ലാത്തിനും കയറി ഏക്കരുത്. കയറിക്കൊണ്ടളിയാ വഴക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കോഴി. അപ്പം അതുകൊണ്ട് എന്തിനായി സുവിശേഷം? വയറ്റിപ്പഴപ്പിനല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആരോഗ്യമുള്ളവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാ. എനിക്കറിയാം അനേക ദൈവദാസന്മാരെ നന്നായിട്ട് ജോലി ചെയ്ത് ഈ വേല ചെയ്യുന്ന ആൾക്കാരുണ്ട്. റബ്ബർ വെട്ടാൻ പോയിട്ട് അതിൻ്റെ ലഭിക്കുന്നത് കൊണ്ട് വേല ചെയ്യുന്നവരെ എനിക്കറിയാം. അടുക്കള ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ചില മാന്യ സ്ത്രീകളെ എനിക്കറിയാം. അടുക്കളപ്പണിയൊന്നും മോശമായ പണിയല്ല, നല്ല പണിയാണ് അടുക്കളപ്പണി. ഒരു ജോലിയും ചെയ്യാത്ത അമ്മാമ്മയെക്കാളും നല്ലത് അടുക്കള ജോലി ചെയ്യുന്നത് അങ്കയാണ്. അതെ, എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ചിലരെ പറ്റി നല്ല രീതിയിലല്ല പറയുന്നത്. മുനിസിപ്പാലിറ്റി തൂത്തുവാര, അത് അവർ നല്ല സ്ത്രീയാ, അല്ല നല്ലൊരു സഹോദരനാ, വൃത്തിയാക്കുന്നുണ്ടല്ലോ. നീ റോഡിൽ പോകുമ്പോഴെല്ലാം അങ്ങ് തുപ്പുക. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയുന്നില്ല അല്ലേ, കൈ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുകയും എല്ലാം വൃത്തികേടാക്കുക. അതുങ്ങൾ രാവിലെ വന്ന് അതെല്ലാം വൃത്തിയാക്കുന്നില്ലേ, അത് നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾ പറയും ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന്. അത് ജോലി ചെയ്തിട്ടല്ലേ. ഒരു പണിയും ചെയ്യാതൊരു ശമ്പളം മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ഓഫീസിൽ ചെന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. ഒരു പണിയില്ലെങ്കിലും നമ്മുടെ ഒരു കാര്യത്തിന് തന്നെ അടുത്ത ആഴ്ച വരാൻ സാറില്ലെന്ന് ചുമ്മാല. എന്നാൽ ഇച്ചിരി പിടിപ്പുള്ളവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും കാശുള്ളവനും ചെല്ലുമ്പോൾ ഇവൻ തുള്ളിക്കൊണ്ടല്ല ചെയ്യും. ഇപ്പം പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. എല്ലായിടത്തും വീഡിയോയും ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഉറങ്ങിയാൽ വന്നാലും കൊച്ചുങ്ങളെന്ന് പിടിച്ചെന്താണ്ടിരുന്ന് ഉറങ്ങുന്നെന്ന് പറയും. അങ്ങനത്തെ കാലമായി. അത് നല്ലതാ. അപ്പം എന്തായാലും ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഭിക്ഷയെടുക്കുക, അവർക്ക് വേറെ സാവകാശമില്ല. ഭിക്ഷ പിടിച്ചു പറിക്കുന്നില്ലല്ലോ. പിടിച്ചു പറിക്കുന്നവനേക്കാളും മാന്യത ഭിക്ഷയെടുക്കുന്നവൻ. അവൻ ചോദിക്കുക വല്ലതും തരണം, കൈയിട്ട് വാരുന്നില്ലല്ലോ. അതിൻ്റെ മാന്യതയുണ്ട്. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഒന്നും കുറച്ച് കാണരുത്. നമ്മുടെ ആൾക്കാർ ചിലര് ഇവിടെ ഒരു ജോലിയും ചെയ്യത്തില്ല. കുടുംബശ്രേഷ്ഠതയും വിദ്യാനിപുണതയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കും. എന്നാൽ പേർഷ്യയിലും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ചെയ്യുന്ന ജോലി കണ്ട ഇവൻ തന്നെ ആന്നോ. വിമാനത്തെ കയറി കഴിയുമ്പോൾ പിന്നെ ഏത് ജോലി? അതുകൊണ്ട് ഞാനും ചിന്തിക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് വിമാനത്തെ പോയിച്ച് വരുന്നത് നല്ലതാ. വിമാനത്തെ കയറിയാലേ ജോലി ചെയ്യുള്ളൂ. മറുനാട്ടിൽ ചെന്ന് ഏത് ജോലിയും ചെയ്യും. ആ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ അതുപോലെ ജോലി ചെയ്താൽ ഈ രാജ്യം എത്ര നല്ലതാ. ചിലര് പറയാറുണ്ട് കേരളം കൊള്ളുകയല്ലെന്ന്. എടാ വിവരദോഷി, ഇതുപോലെ നല്ലൊരു രാജ്യം, പഴയ ഭാഷയിലാണ് ഞാൻ കേരള രാജ്യമെന്ന് പറയുന്നത്. പഴയ രീതി വെച്ച ഇപ്പം സംസ്ഥാനം ഇതിൽ എൻ്റെ ഭാഷയെ പറയാം. ഇതുപോലുള്ള നല്ല രാജ്യം ഉലകത്തിലില്ല. അപ്പം നിങ്ങൾ പറയാം അയാൾ വേറെങ്ങും പോകാത്തതിൻ്റെ വെളിവുകേടായിരുന്നു ഈ പറയുന്നെന്ന്. എത്ര നല്ല സുന്ദരമായ രാജ്യമായി കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയായി പറയുന്നത്. നല്ല സ്ഥലമാണ് നമ്മുടെ ഈ സംസ്ഥാനം, രാജ്യം കേരളം. കവി പണ്ട് ഒരു വരി പാടി,
പാരം കരിമ്പു പനസം മുളകേലമിഞ്ചി. ഇവിടെ ഇതൊക്കെ പാരം കരിമ്പ്, നല്ല കരിമ്പ്. പാരം കരിമ്പു പനസം, പനസം കുമ്പളം ഉണ്ടാക്കി അടിച്ചാ വന്നിരിക്കുന്നത്. ചക്ക. പാരം കരിമ്പ് പനസം മുളകേല ഇഞ്ചി കേരം കവങ്ങ് തളർവെറ്റില ഏത്തവാഴ. നല്ല നേന്ത്രക്ക നമ്മുടെ ഇവിടെ തന്നെ. ഇവിടെ നിന്നൊക്കെ കയറി പോകുന്നതേ ഉള്ളൂ. വയനാടനും അത്ര പോരാ, തമിഴ്നാടും പോരാ. നല്ല സാധനം നമ്മുടെ മധ്യ തിരുവിതാംകൂറില്. നിനക്ക് ഇതിൻ്റെ മഹത്വം അറിയാൻ മേലാഞ്ഞിട്ടാ. മറുനാട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ മഹത്വം എന്നാന്ന്. മനസ്സിലായോ? പാരം കരിമ്പു പനസം മുളകേല ഇഞ്ചി കേരം കവങ്ങ് തളർവെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതക ചേർന്നു വിളങ്ങുമീ നൽ പരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാപം. ഇക്കേരളാക്യ വിഷയത്തിനു നേർകിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ സഖ്യപർവ്വതം. ദൈവത്തിന്റെ മഹാസൃഷ്ടി എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ കേരളത്തിൽ ജനിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാകട്ടോ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അയാൾ കേരളത്തെ പറ്റി വർണ്ണിക്കാനാന്നോ കാലം കിടയില്ലാതെ വന്നത്? ഞങ്ങൾ വചനം കേൾക്കാനാ? ഇതാദ്യം ഒന്ന് കേക്ക്. നമ്മൾ പാർക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ്. ഇവിടുന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളം, ഇവിടുത്തെ റോഡ് തമിഴ്നാട്ടിൽ ആ മെയിൻ റോഡേ ഉള്ളു നല്ലത്. ഇടയ്ക്കോട്ടൊക്കെ ചെല്ലണം. ഇവിടെ ഏത് വഴി പോയാലും റോഡുണ്ട്, ഏത് വീട്ടിലും ചെന്ന് കയറാം. നല്ല റോഡാ. പിന്നെ ചില സ്ഥലത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ ശരിയാക്കട്ടെ. നല്ല നല്ല വെള്ളമല്ലേ കിണറ്റിൽ നിന്ന് കോരി വെള്ളം കുടിക്കരുതോ? കിണറ്റിൽ നിന്ന് ഏറ്റവും കുപ്പിവെള്ളം വിലയ്ക്ക് മേടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഒരു കിണർ കുത്തിച്ചിര വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ഊപ്പാട് വരികയുള്ളൂ, കിട്ടുകയില്ല. ഇവിടെ കിണർ കുത്തിയാൽ നല്ല ഒന്നാന്തരം വെള്ളം. പഴയ ആൾക്കാർ പറയും കുടിക്കുന്ന വെള്ളത്തിൽ തടിക്കുമെന്ന്. അത്ര വെള്ളമാണ് ഇവിടുത്തെ വെള്ളം. ഇവിടെ എന്തിനാ കുഴപ്പം? ആട്ടെ, ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവർ പറയും ഓ അയാളത് പറയാൻ വന്നേക്കാന്ന്. നല്ല സ്ഥലമായത് അല്ല. ചീച്ചിയാന്ന് പറഞ്ഞ ആൾക്കാർ കോവിഡിന്റെ ആരംഭ സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് വരിക കേരളത്തിലോട്ട്. ഓർക്കുന്നില്ലയോ? കോവിഡിന്റെ ആരംഭ സമയം റാന്നിയിലെ വന്നു. ഓരോരുത്തർ വരിക. അപ്പൊ ഇവിടെ ഉള്ളവർ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പൊ ഇത് നല്ല രാജ്യം തന്നെ. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ഈ രാജ്യത്ത് ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിന് ഭാഗ്യത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മറ്റ് മുഖവരകളൊന്നും പറയുന്നില്ല. അപ്പോൾ സുവിശേഷം, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? ഓർപ്പിച്ചല്ലോ, ആ മതം മാറ്റാനല്ല, സഭ മാറ്റാനല്ല, ആൾക്കാരെ കൂട്ടാനല്ല. എന്തിനാ സുവിശേഷം? വായിച്ചേ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11, 12. എന്തിനാണ് സുവിശേഷം? തീത്തോസ് 2, 11, 12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. പ്രാരംഭ പദം ഇങ്ങനെ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, യേശു ക്രിസ്തു മാത്രം.
മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. ദൈവത്തിന് മഹത്വം. അപ്പോൾ മോളെ, നീ അവിടെ അവിടെ അടങ്ങിയിരിക്കും. അവൾ ഇവിടെ ഓടുന്നു. ബാത്റൂമിൽ പോകണോ? അന്ന് എവിടെ ബാത്റൂം? അവളെ വിട്. അവിടെ വല്ല ഇരുന്ന് സാധിച്ചാൽ പിന്നെ ചെല്ലുമോളെ, ഇതിലേ പൊടി. അവളെ കൊണ്ടുപോയിട്ട് രണ്ടുപേരും ഇഞ്ഞു വാ. ഇനി ആർക്കെങ്കിലും പോണേ ഈ പോക്കിന് പൊക്കോണം. അതിനുള്ള സമയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത, സുഹൃത്തേ, മാതാവേ, പിതാവേ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. കാരണം അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. അതിനൊരു തെളിവ് എന്തുവാ? രക്ഷിപ്പാൻ കഴിവെന്ന് പറയാൻ ഒരു തെളിവ്, ഇവിടെ വന്ന് രക്ഷിക്കാന്ന് പറഞ്ഞ് വന്ന സകല ആൾക്കാരും മരിച്ച് മണ്ണോട് ചേർന്നപ്പോൾ മരിച്ച് ആമേൻ സ്തോത്രം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. ഏത് വ്യക്തിയെയും കർത്താവ് രക്ഷിക്കും. ഏത് മഹാഭാവിയെയും ആമൻ കർത്താവ് അവന്റെ പാപം ക്ഷമിച്ച് ചേർത്തണയ്ക്കും. രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ നസറയനാകുന്ന യേശു ക്രിസ്തു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, ഇനി ആരാ സുവിശേഷം കേൾക്കേണ്ടത്? എല്ലാരും കേൾക്കണം. 49-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇത് ഞാൻ എല്ലാ യോഗങ്ങൾക്കും പ്രാരംഭത്തിൽ പറയുന്ന കാര്യമാണ്. ഒന്നുകൂടെ ആവർത്തിക്കുക. എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷം കൂടിയിരുന്ന ഇവിടെ സുവിശേഷ യോഗം നടക്കുന്നെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഇത് പറഞ്ഞേ ഒക്കുള്ളൂ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാര് മാത്രം കേൾക്കാനല്ല. കത്തോലിക്കരും യാക്കോബക്കാരും CSIക്കാരും അല്ലെങ്കിൽ പെന്തിക്കോസുകാരോ ബ്രദറുകാരോ മാത്രം കേൾക്കാനല്ല. റോമൻ കാത്തലിക്സ് മാത്രം കേൾക്കാനല്ല. യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, CSI, ആംഗ്ലിക്കന്, സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കൽ, മാർത്തോമ, ഇവര് മാത്രം കേൾക്കേണ്ടതല്ല. ആമൻ സ്തോത്രം. ആമൻ ക്രിസ്ത്യാനികളെന്ന് പേര് കൊണ്ടുള്ളവര് മാത്രം കേൾക്കേണ്ടതല്ല. സകല ജാതികളും ഇത് കേൾക്കണം. നാനാജാതി മനസ്തർ തിങ്ങിപ്പാർക്കുന്ന ആമേ ശ്രേഷ്ഠമേറിയ രാജ്യമാണ് ഈ മഹാഭാരതം. ഇതുപോലെ മതങ്ങളുള്ള, ഇതുപോലെ ജാതികൾ, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം വേറെ ഇല്ല, ഉലകത്തിലില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും യശസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി ദൈവമക്കളും പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. സ്തോത്രം. നമ്മുടെ ഈ രാജ്യത്തെ ദൈവം കാക്കണം. ഈ ഇന്ത്യ രാജ്യത്തെ ദൈവം സൂക്ഷിക്കണം. അതിർത്തി കാക്കുന്നവരെ ദൈവം കാക്കണം. പ്രധാനമന്ത്രി, അതുപോലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ചുമതലപ്പെട്ടവര്, വ്യോമസേന, കരസേന, നാവികസേന, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പോലീസ് അധികാരികൾ, ചീഫ് ജസ്റ്റിസ് എന്ന് വേണ്ട, ഓരോ സംസ്ഥാനത്തിലെ ഗവർണർമാര്, മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണത്തിന്റെ ഭരണമുള്ളവർ എന്ന് വേണ്ട സകല ആൾക്കാർക്കും വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ നാനാജാതി മനസ്തർ തിങ്ങിപ്പാർക്കുന്ന ഈ ഭാരതത്തിൽ അനിഷ്ട സംഭവങ്ങളോ അനർത്ഥങ്ങളോ ഉണ്ടാകരുത്. ഭീകരപ്രവർത്തനം ഉണ്ടാകരുത്. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന, രാജ്യത്തെ തകർക്കുന്ന ഒന്നും ഉണ്ടാകരുത്. ശാന്തമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഈ രാജ്യത്ത് ജീവിതങ്ങൾ ചരിക്കുകയും ജീവിക്കുകയും ചെയ്യണം. അതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഇതുപോലെ മതങ്ങൾ, ജാതികളുള്ള ഒരു രാജ്യം ലോകത്തിലില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. ഞാൻ ജാതിയൊന്നും പറയുകയല്ല, എനിക്കതിനോട് വലിയ താല്പര്യവുമില്ല. സ്തോത്രം. എന്നാലും ഇപ്പോഴത്തെ കാലവും രീതിയും സാഹചര്യം അനുസരിച്ച് പറയുക, എല്ലാവരും ഇത് കേൾക്കണം. സ്തോത്രം. ആട്ടെ, സകല ജാതികളും കേൾക്കേണ്ട കാര്യമാണ് സുവിശേഷം. അല്ല, കേൾക്കാൻ കൊള്ളാവുന്നതും സുവിശേഷമാണ്. മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. നമ്മൾ ഈ അടുത്തിരുന്ന് പറയുന്നതൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. നമ്മൾ പറയുകയല്ലേ, എന്തുവാ പറഞ്ഞ് അത് വേറൊരു വിഷയം പറഞ്ഞതാ, എന്തുവാ, അതെല്ലാവരും കേൾക്കാനൊന്നും. യോഗത്തിനിടയിൽ ഇരുന്ന് പറയുന്നവരുണ്ട്.
അപ്പൊ നമ്മള് പലതും പറയുന്നത് എല്ലാരും കേൾക്കാനൊന്നും ചില അമ്മമാര് വർത്താനം പറയുമ്പോ പിള്ളേര് എന്തുവാടാ മൂത്തവര് വർത്താനം പറയുന്നതിനിടെ അതിനാ നിനക്ക് കേൾക്കാൻ പറ്റുന്നതല്ല ഓ ഉണ്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും കേൾക്കാൻ പറ്റാത്ത കാര്യമാ പലതും പറയുന്നേ. പത്രമെടുത്ത് വായിച്ച് കേൾക്കാനും വായിക്കാനും കൊള്ളാവുന്നതാണോ എല്ലാം. ക്രിസ്മസ് കഴിഞ്ഞു, പിറ്റേന്ന് എത്ര അപകടമാണ് നടന്നത്. വായിക്കുമ്പോൾ സങ്കടം വരിക, കാണുമ്പോഴും സങ്കടം വരിക. ഇനിയിപ്പോ ന്യൂ ഇയർ, എന്റെ ദൈവമേ മുട്ടിനങ്ങ് ബാറ് തുടക്കുക. അതെ, മുട്ടിനങ്ങ് ബാറ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ? ഓ, നിങ്ങളും പോയി അടിക്കുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മുട്ടിനാ. മെയിൻ റോഡിന്റെ സൈഡിലെല്ലാം ബാറ്. എന്ത് അപകടമാണെന്ന് അറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മുഴുവൻ അപകടങ്ങളാ. അവിടെ കൂടുതൽ അപകടമാണ് നടക്കുന്നത്. ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ അവിടെ അപകടമാണ്. കുമ്പനാട്ടിന് പോകുമ്പം പാടത്ത് പാലം കഴിഞ്ഞ് വളരെ പേടിച്ചാ പോകുന്നത്. നിൽക്കുന്ന നിപ്പിലാണ് എടുത്ത് ചാടുന്നത്. നിൽക്കുന്ന നിപ്പിൽ. കാരണം എത്രയും പെട്ടെന്ന് മേടിച്ചോണ്ട് പോകണം. മറ്റവർ കൂടെ വിളിക്കുക, കിട്ടിയോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലൈനിൽ നിൽക്കുക, പെട്ടെന്ന് ഇവിടെ മറ്റവൻ അവൻ ഇത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പം ഇവനും വിറച്ച അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, മുഴുവൻ പ്രശ്നമല്ലേ? ഇന്നാണോ ഇന്നലെയാണോ പേപ്പറിലാന്നോ വാർത്തയിലാന്നോ വന്നത്? സ്തോത്രം, ഞങ്ങളുടെ ഇനി ഏതോ ഒരു പാർട്ടിക്കാർ പറഞ്ഞ് ഇനി മദ്യപിക്കരുതെന്ന് അവർ തീർപ്പ് കൽപ്പിച്ചെന്ന്. ഏത് പാർട്ടിയാ സാമേ? ഇന്നാണോ ഇന്നലെയാണോ ഞാൻ വായിച്ചോ? സന്തോഷ് ബാസു വായിച്ചോ? പാർട്ടിക്കാർ തീരുമാനിച്ചു ഇനി പാർട്ടിയിലുള്ള ആരും. എന്നാ പിന്നെ ഇതങ്ങ് നിർത്തിയാൽ പോരെ? നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. അല്ല, ഇനിയും വെളിയിൽ നിൽക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒന്ന് കാണണേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ മരത്തില്ല, ഞാൻ ഇതിലേ അങ്ങ് പോകും. ഇതൊരു വഴിയല്ലേ? ഞാൻ അതിനല്ലേ ഞാൻ ആദ്യം നോക്കി ഇതിലേ വഴി ഉണ്ടോ എന്ന്. അപ്പൊ ഒരു കാര്യം പറയാ, ദൈവത്തിന് മഹത്വം. സകല ജാതികളും ഇത് കേൾക്കണം. കേൾക്കാൻ പറ്റാവുന്ന വാർത്ത സുവിശേഷമാണ്. നമ്മുടെ ചെവിക്ക് കർണത്തിന് സുഖം തരുന്ന വാർത്ത ഇതാ. മറ്റേതൊന്നും അത്ര സുഖമുള്ളതല്ല. ഇത് ചെവിക്ക് അസ്വസ്ഥതയാ. പണ്ട് നളചരിതത്തിലാന്ന് തോന്നുന്നൊരു ശീല ഇങ്ങനുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ ഒരു വരിയുണ്ട്. ചലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാകുകരസരസൈരിഭം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. പണ്ട് പഠിച്ചതാ. സുമൻ പഠിച്ചല്ലോടാ. പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ചലതള്ളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാകുകരസരസൈരിഭം, അതിദുഃഖ കാരണമെന്നാരാമ സഞ്ചാരണം. പണ്ട് പഠിച്ചതാ. പൂന്തോട്ടത്തിലേ നിന്നപ്പം അവിടുന്ന് അരയന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ പുള്ളിക്കാരി ഇത് കണ്ടേച്ച്, നിങ്ങൾ പണ്ട് പഠിച്ചതാ. മിന്നൽ കൊടിയിറങ്ങി വരികയോ, വിധുമണ്ഡലമിറങ്ങിച്ചിതിയിൽ പോരികയോ, സ്വർണവർണ്ണമാന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്കിത് നല്ല പീയൂച്ചരികയോ, തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചതാ. അപ്പൊ അതിലെ ഒരു വരിയ ജലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ശൂലം ചെവിക്കാത്തോട്ട് കയറ്റുന്നത് പോലെ അസ്വസ്ഥതയാന്ന് ഈ കുയിലിൻ്റെയൊക്കെ നാദമൊക്കെ പുള്ളിക്കാരിക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാർത്തകളെല്ലാം ചെവിക്കകത്ത് ശൂലം തുളച്ചു കൊല്ലുന്നത് പോലെ നമ്മളെ വേദനപ്പെടുത്തുന്ന, അസ്വൈര്യത ഉണ്ടാക്കുന്ന, സ്വൈര്യക്കേട് വരുത്തുന്ന വാർത്തയാ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളുടെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാ. സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, അത് നിർമ്മല സുവിശേഷമാ. ആ സുവിശേഷം യേശു ക്രിസ്തു. ആ മനുഷ്യൻ എന്തിനീ സുവിശേഷം? സകല ജാതികളും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം.
സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ? ലൂക്കോസ് 2:10 കേട്ടാലുള്ള ഗുണം 2:10 പെട്ടെന്ന്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാന്നറിയാമോ? നിനക്ക് സന്തോഷം ഉണ്ടാകും. ജീവിതത്തിന്റെ നിരാശയും ഭാരങ്ങളും തകർച്ചയും തളർച്ചയും മാറി അവൻ സന്തോഷദായകമായ ഒരു ജീവിതം നയിപ്പാൻ അവൻ മനുഷ്യനെ ഒരുക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് എവിടെയും ആരോടും എപ്പോഴും പറയാൻ പറ്റുന്ന ഒറ്റ വാർത്തയുള്ളൂ, അത് സുവിശേഷമാണ്. ആ സുവിശേഷമായി ഇന്നലെയും ഇന്നും ഇവിടെ കേൾക്കുന്നത്. പിന്നെ വരുന്നവരുടെ ശൈലിയും രീതി അനുസരിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിനെ ഉയർത്തുക. ഇന്ന് രാത്രി അങ്ങനെയുള്ള ആ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യമാണ് വായിച്ചത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഈ വാക്യമെല്ലാം മനപാഠമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ 4 പുസ്തകത്തിലെ ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം ചരിത്ര പുസ്തകം, ആ ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ക്രിസ്തുവേശുവിന്റെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ജീവിത ചര്യകൾ, അവിടുത്തെ ശുശ്രൂഷകൾ, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ ഉയർപ്പ്, ആമേൻ, സ്തോത്രം, സ്വർഗാരോഹണം, ഇതെല്ലാം ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. മത്തായി സുവിശേഷം നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഒടുവിലത്തെ അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, മരിച്ചു, സ്തോത്രം, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് അവിടുന്ന് സ്തോത്രം പ്രത്യക്ഷനായി, ആമേൻ, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോകുന്നത് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്തിന് മഹത്വം. ലൂക്കോസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. മത്തായി യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. മർക്കോസ് ക്രിസ്തുവേശുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തി. ലൂക്കോസ് യേശുവിന്റെ പൂർണ്ണ മനുഷ്യനാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തി. വ്യത്യസ്തമായിട്ട് ആ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം. അതാണ് യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹത്വം യോഹന്നാൻ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളം ചെയ്ത ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു അനവധി അത്ഭുതം ചെയ്തു, അല്ലെങ്കിൽ അടയാളം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഈ വാക്യമെല്ലാം മനപാഠമാ. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിന് ആ 25-ാം വാക്യം വായിച്ചോ. 21-25 യോഹന്നാന്റെ സുവിശേഷം. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. യേശു ക്രിസ്തു ചെയ്ത മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായിട്ട് എഴുതിയാൽ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തിൽ എന്ന് പറഞ്ഞാൽ 1-2 അത്ഭുതം ചെയ്ത് പരുവക്കേടായി പോയ ആളല്ല യേശു. അവിടുന്ന് അനവധി അത്ഭുതം ചെയ്തു. വന്ന രോഗികളെ എല്ലാം യേശു സൗഖ്യമാക്കി. മുടന്തര് അവൻ ചാടി, ഊമർക്ക് സംസാരശേഷി കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, അവൻ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വേണ്ട നിരവധി ആമൻ സ്തോത്രം അത്ഭുതം ചെയ്തവനാ നസറയനാകുന്ന യേശു. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരരായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ. എനിക്ക് ശ്രദ്ധിക്കണേ,
എനിക്ക് ഇത് ക്ലിയറായിട്ട് ചെലപ്പിച്ച് നിൽക്കുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ പറയാനേ അറിയാവുള്ളൂ. ഇതിൻ്റെ ഭാഷ എനിക്ക് അറിയത്തില്ല. ചെലമ്പിച്ച് നിൽക്കുന്നു. എനിക്ക് ക്ലിയർ, അക്ഷരങ്ങൾ പദങ്ങൾ എനിക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പൊ അങ്ങനെ ആക്കിത്താ. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപ കാഴ്ചയും നൽകി, നഷ്ടജീവനായ നാലു നാളടിഞ്ഞു കർത്തു പ്രതരയായിരഞ്ജനം അഞ്ചപ്പതാസിയോ മണവാളനെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. മോനെ, ഇനി ഞാൻ പാട്ട് പാടും. അന്നേരം ഇതിൻ്റെ എല്ലാം ശബ്ദം ഇച്ചിരി താഴെ നിൽക്കണം. എൻ്റെ ശബ്ദം കൊള്ളുകയില്ലെന്ന് എനിക്കും അറിയാം, മോനും അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് മേളിൽ നിൽക്കണം. ഇവരുടെ എല്ലാം ഇതിൻ്റെ എല്ലാം ശബ്ദം ഇച്ചിരി താഴെ, കണ്ടമാനം താക്കണ്ട എൻ്റെ പരുവത്തിൽ. യേശുക്രിസ്തുവിന്റെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല. അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു. കുഴപ്പമില്ല, പുള്ളി പറഞ്ഞത് പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിരവധി അനവധി അത്ഭുതം. ഞാൻ ഇരുന്നിട്ട് ശരിയാകുന്നില്ല, അതാ ഇവരും നോക്കട്ടെ. അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു. ചെയ്തതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ഒന്നുകൂടെ വായിച്ചോ, 25-ാം വാക്യം പെട്ടെന്ന് വായിര്. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ, അത് ഓരോന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു. എല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ തെരഞ്ഞെടുത്ത് ഏതാനും ചില അത്ഭുതങ്ങളാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതെന്തിനാ എഴുതിയിരിക്കുന്നത്? 20-30 വായിച്ച 20-30. അതെല്ലാം ഞോണ്ടി വരുമ്പോ സമയം എടുക്കും. ബൈബിൾ എടുക്കുക. പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. ആരും അറിയാതെ ചെയ്തേച്ചു പോയതല്ല. ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ എല്ലാരും കാണുകയാ. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാരും മിക്കവരും ആരും കാണാത്ത അത്ഭുതങ്ങളാ. ഉദരത്തിനകത്ത് ആര് കയറി കാണാനാ? ശരീരത്തിനകത്ത് എതിർക്കുകയല്ല. യേശു ചെയ്ത മിക്ക അത്ഭുതം എല്ലാവരും കാണത്തക്ക വിധമാണ്. 38 ആണ്ട് കിടന്നുണ്ടെങ്കിൽ കിടക്കെടുത്ത് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടു. ഒരു കൂനിത്തള്ള വന്നു, ആയുസിന് വരാത്തൊരു തള്ള. യേശു പറഞ്ഞു, നിന്റെ ബന്ധനം അടിച്ചെന്ന്. തള്ള നല്ല വടിക്കമ്പ് പോലാ പോയത്. എല്ലാവരും കണ്ടോണ്ടായിരിക്കുന്നത്. ഇന്നെങ്ങാനും ഈ തള്ള വരുക, നമ്മളെല്ലാ യോഗത്തിനും തള്ളയെ പൊക്കുകയും താക്കുകയും ചെയ്തനം. അമ്മ താന്നാട്ടെ തള്ളയ്ക്കും ഇത് ഇഷ്ടമാണ്. പക്ഷെ ഇനി എവിടെ എന്നെ പൊക്കുകയും താക്കുകയും ചെയ്യുന്നത്? യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാ ചെയ്തത്. ഒന്നുകൂടെ വായിച്ചു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്തവ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വിശ്വസിക്കണം. ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാനായി എഴുതിയിരിക്കുന്നത്. യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത് സകല ആൾക്കാരും യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള യോഹന്നാന്റെ സുവിശേഷം ഓരോ അധ്യായത്തിലും യേശുവിന്റെ അത്ഭുതവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുക. നിങ്ങൾക്കറിയാം, നമ്മൾ 14-ാമത്തെ അധ്യായത്തിന്റെ 1-2 വായിച്ചത്. 1-ാം അധ്യായത്തിലെ വിഷയം ലോകപാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം.
4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം, 11-ാം അധ്യായവും 12-ാം അധ്യായവും ചേർത്ത് പിടിച്ചാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ച ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം അന്ത്യത്താടെ നമ്മൾ കാണുക. ആമേൻ. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ കർത്താവ് കൂടപ്പെട്ടവരോട് കേൾക്കുന്നവരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.